ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെറ്റിക്കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 2 മീറ്റർ തുണിയുണ്ട്. ഈ 2 മീറ്റർ തുണി ഞാൻ ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്ന പെറ്റിക്കോട്ടിലേക്ക് ലെങ്ത്ത് ആവശ്യം 28 ഇഞ്ചാണ്. ആ 28 ഇഞ്ചിൽ നമ്മൾ യോക്ക് പീസിലേക്കും ഒരളവ്, താഴെ സ്കേർട്ടിലേക്കും ഒരളവായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 28 ഇഞ്ചിൽ 18 ഇഞ്ച് താഴെ സ്കേർട്ടിലേക്ക് വെക്കുന്നുണ്ട്, 10 ഇഞ്ച് യോക്ക് പീസിലേക്കുമാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ ഈ 18 ഇഞ്ചിലൂടെ താഴെ പെറ്റിക്കോട്ടിൻ്റെ താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 3 ഇഞ്ച് കൂടെ കൂടുതൽ എടുക്കുകയാണ്. അങ്ങനെ ഒരു 21 ഇഞ്ചാണ് ഞാനിവിടെ ഈ സ്കേർട്ടിൽ എടുക്കുന്നത്. 18 ഇഞ്ച് നമുക്ക് അളവിലേക്ക് മതി. പിന്നെ 3 ഇഞ്ച് താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിൽ തുണിയിൽ 2 മീറ്റർ തുണിയാണ്. അപ്പോൾ ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതിൽ എത്രയാണോ വേസ്റ്റ് ഉള്ളത് ഞാൻ ഫുള്ളായിട്ട് എടുക്കുകയാണ്. കാരണം നമ്മുടെ പെറ്റിക്കോട്ടിൽ പ്ലീറ്റ്സൊക്കെ കുറച്ച് കൂടുതൽ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വരുന്ന വേസ്റ്റ് ഫുള്ളായിട്ട് എടുത്തു. അടുത്ത് യോക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ആ യോക്ക് പീസ്, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ മേലെ വരുന്ന യോക്ക് പീസ്, അത് ഇതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് എത്രയാണോ, ഇപ്പോൾ ഇതിൽ ഞാൻ ലെങ്ത്ത് ഒരു 10 ഇഞ്ചാണെങ്കിൽ നമുക്ക് 10 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൽ 1 ഇഞ്ച് കൂടെ നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് എടുക്കണം. അങ്ങനെ യോക്ക് പീസിൽ എത്രയാണോ നമുക്ക് അളവ് വരുന്നത് അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് നമ്മൾ കൂട്ടിയെടുക്കണം. പിന്നെ വേസ്റ്റ് എത്രയാണോ വരുന്നത് അത് 4 ആക്കി ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് 4ൽ 1 ഭാഗമാണ് നമ്മൾ എടുക്കുക. അതിലും വെച്ചിട്ട് ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പിനും നമുക്ക് കൂടുതൽ എടുക്കുക. അപ്പോൾ ഈ 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടതിൽ ഇതിൽ ഈ ഓപ്പൺ വരുന്ന ഭാഗം നമുക്ക് താഴേക്കാക്കിയിട്ട് ഓപ്പൺ ഇല്ലാത്ത ഭാഗം ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തിടുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിടുന്നത്. ഇതിലെ ലെങ്ത്ത് നമ്മൾ യോക്ക് പീസിൽ ലെങ്ത്ത് 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നെക്കാണ്. നെക്ക് ഇതിലൊരു ഞാൻ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ ഒരു 3 ഇഞ്ചും എടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്ക്, അതായത് ഫ്രണ്ട് ഇറക്കം ഒരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആം ഹോൾ ഒരു 4.5 ഇഞ്ചും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ ബാക്ക് എടുക്കുന്നത് ഒരു 3 ഇഞ്ചാണ് ബാക്ക് എടുക്കുന്നത്. അതും ബാക്ക് ഓപ്പൺ ഉള്ള ഭാഗത്താണ് ബാക്ക് എടുക്കുന്നത്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലിപ്പോൾ ഷോൾഡർ പിടിക്കുമ്പോൾ 1/2 ഇഞ്ച് എന്തായാലും നമുക്ക് ബാക്കും ഫ്രണ്ടും ആം ഹോളൊക്കെ 1/2 ഇഞ്ച് എന്തായാലും കുറയും. അപ്പോൾ അതിന് ഒരു 1/2 ഇഞ്ചും കൂടി കൂടുതൽ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ട് കൂടുതൽ നമുക്ക് എത്രയാണോ ആവശ്യം അതിലും വെച്ച് കൂടുതൽ ഒരു 1/2 ഇഞ്ച് എടുക്കുക. ഇതുപോലെ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയേ ഉള്ളൂ കട്ടിങ്. പെറ്റിക്കോട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ പെറ്റിക്കോട്ടിൻ്റെ താഴെ വരുന്ന സ്കേർട്ടിൻ്റെ പീസ് ഇതാണ്. ഈ 2 പീസ് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഷോൾഡർ കൂട്ടുക. യോക്ക് പീസ് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡർ കൂട്ടിയതിന് ശേഷം ആം ഹോളും നെക്കും നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഒരു 4 ഇഞ്ച് വീതിക്ക് ഇതുപോലെ എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ എൻഡിലൂടെ ഫിനിഷിങ്ങോടുകൂടി വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്യുമ്പോൾ. പിന്നെ അല്ലാതെ നമുക്കിപ്പോൾ ആം ഹോളിലും നെക്കിലും ക്രോസ് പീസ് വെച്ചിട്ടും നമുക്ക് പെറ്റിക്കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ പിന്നിഫോമിലൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാം. അതാകുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാനൊരു പെറ്റിക്കോട്ട് ഇതിൽ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്രോസ് പീസ് വെച്ചിട്ട് നെക്കും ആം ഹോളും ചെയ്യാമെന്നുള്ളത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ ഇതുപോലെയാണ് നമുക്ക് ഹുക്കും ഹോളും വെക്കുന്ന പീസാണ്. ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഹുക്ക് വെക്കുന്ന പീസ് ഇതുപോലെയാണ് വെക്കേണ്ടത്. നമ്മുടെ ബാക്ക് ഓപ്പണിൻ്റെ മേലെ പീസ് വെച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഇതുപോലെ പതിച്ചടിക്കുക. പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ അടിയിലാക്കി ഫോൾഡ് ചെയ്യും. ഇതുപോലെ ഇപ്പോൾ നമ്മൾ
ഈ പീസ് വെക്കുമ്പോൾ ഫസ്റ്റ് നല്ല വശത്തുനിന്ന് വെച്ച് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിവശത്തേക്ക് വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഹുക്ക് വയ്ക്കുന്ന പീസാണ് ഇപ്പോൾ തയ്ച്ചത്. ഇതുപോലെ അടുത്ത് ഹോള് വെക്കുന്ന പീസാണ്. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഹോള് വെക്കുന്ന പീസ് നമ്മൾക്ക് വെക്കുമ്പോൾ നമുക്ക് അടിവശത്തുനിന്ന് വെച്ച് കൊടുക്കാം. അതായത് ഈ യോക്ക് പീസിൻ്റെ അടിവശത്തുനിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് ഹോള് വെക്കുന്ന പീസാണ്. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് നല്ല വശത്തേക്കാക്കി പിടിച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. നല്ല വശത്തേക്കാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല വശത്ത് കാണാൻ പറ്റും. ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. കാലിഞ്ച് സ്പേസിൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്ക് വെക്കുന്നതും ഹോള് വെക്കുന്ന പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തത് ഇതുപോലെ രണ്ടും കൂടി ഒന്ന്, അതായത് ഹോള് വെക്കുന്ന പീസിൻ്റെ മേലെ ഹുക്ക് വെക്കുന്ന പീസ് ഇതുപോലെ വെച്ചിട്ട് ഈ താഴെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പെറ്റിക്കോട്ടിൻ്റെ യോക്ക് പീസിലും ഇത്രയേ ഉള്ളൂ പണി. ഇപ്പോൾ യോക്ക് പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മൾ സ്കേർട്ടിൻ്റെ ഇതുപോലുള്ള 2 പീസായിട്ടാണ് സ്കേർട്ട് പീസ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൽ വെച്ചിട്ട് പ്ലേറ്റ്സ് ഇടുകയാണ് ചെയ്യുന്നത്. അത് ഇതുപോലെയാണ്. ഫസ്റ്റ് നമുക്കൊരു 2 ഇഞ്ചിൽ പ്ലീറ്റ്സ് ആവശ്യമില്ല. അത് നമുക്ക് സൈഡ് തയ്യൽ തുമ്പൊക്കെ പോകുമ്പോൾ 2 ഇഞ്ച് നമുക്ക് ഗ്യാപ്പ് 2 സൈഡും വിടുക. എന്നിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് നമ്മുടെ ഇഷ്ടം. നമുക്ക് ചെറുതാവുകയാണെങ്കിൽ അങ്ങനെ ഇടാം, ഒരു 1/2 ഇഞ്ച് വീതിയിൽ അങ്ങനെ ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും ഇപ്പോൾ ഈ ഒരു പെറ്റിക്കോട്ടൊക്കെ ഇതുപോലെയൊക്കെ തയ്ക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലിപ്പോൾ എന്തെങ്കിലും ചുരിദാറിൻ്റെ എന്തിൻ്റെ ആണെങ്കിലും നമുക്ക് കട്ട് പീസോ ഈ പഴയ ടോപ്പുകൾ അങ്ങനെ എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ഫസ്റ്റ് 1-2 പീസൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക, നമുക്ക് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ പഴയ തുണിയിൽ സാരി അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഫസ്റ്റ് 2-3 പീസൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ പീസിലൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെയാണ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇതുപോലെ ഒരു മേൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതായത് ഒന്ന് പതിച്ചടിക്കണേ. ഈ പതിച്ചടിക്കുന്ന സ്റ്റിച്ചും അടിയിലെ തയ്യൽ തുമ്പും യോക്ക് പീസിൻ്റെ ഇതുപോലെ മേലോട്ടാണ് വരേണ്ടത്. ഇതുപോലെ സൈഡിൽ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിൽ നമുക്ക് തയ്യൽ തുമ്പൊക്കെ പിടിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണെങ്കിലും നമുക്ക് 2-3 പഴയ പീസിലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ചെസ്റ്റും വേസ്റ്റും ഇതുപോലെയാണ് അളവെടുക്കേണ്ടത്. ആ ചെസ്റ്റ് എത്രയാണോ ആവശ്യം അത് വേസ്റ്റ് ഇതുപോലെ ഷേപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ സ്കേർട്ടിൻ്റെ ഈ ഒരു താഴെ വശത്ത് എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ഗ്യാപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇതിപ്പോൾ ഹുക്കും ഹോളും വെക്കുന്ന പീസ് ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ പെറ്റിക്കോട്ടിൽ ഇതുപോലെ ഷേപ്പൊക്കെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഹുക്കും ഹോളും വെക്കാതെയും ഇതിൽ യോക്ക് പീസിൻ്റെ ഫ്രണ്ടിൽ വന്നതുപോലെ ബാക്കിലും വരാം. അപ്പം അങ്ങനെ നമ്മൾ ഹുക്കും ഹോളും വെക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടുപ്പിൽ കൂടുതൽ ഷേപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ടാണ് ഹുക്കും ഹോളും വെച്ചാൽ നമ്മളിപ്പോൾ പെറ്റിക്കോട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം ഷേപ്പൊക്കെ ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. മക്കൾക്ക് അത് ഇടുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമ്മുടെ തലയും കൈയൊക്കെ കുട്ടികൾക്ക് പെറ്റിക്കോട്ട് ഇടുകയാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇടാം. പിന്നെ താഴെ ഇതുപോലെ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് ഞാനൊരു 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെറ്റിക്കോട്ടിൽ. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്നും കൂടെ പറയണേ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഒരേ അളവിൽ നമ്മൾ ഉള്ളിലോട്ട് മടക്കുന്ന പീസും ഇതുപോലെ പുറത്തേക്കാകുന്ന പീസും ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇതുപോലെയാണ് ബാക്ക് വന്നിട്ടുള്ളത്. ഇതിലിനി ഒരു ഹുക്കാണെങ്കിലും ഹോളാണ് നമുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ബട്ടൺ ആണെങ്കിലും ബട്ടൺസ് വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇതാണ് പെറ്റിക്കോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.